കടക്കണിക്കൊണ്ട് കർഷകൻ ആത്മഹത്യ ചെയ്തു. പരീക്ഷയിൽ തോറ്റതിന് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. പുത്തൻ കാർ ലഭിക്കാത്തതിനെ തുടർന്ന് യുവാവ് ജീവനൊടുക്കി. ജീവിത നൈരാശ്യം കൊണ്ട് ഭർത്താവ് റെയിൽപാളത്തിൽ തലവെച്ച് മരിച്ചു. ഭാര്യയും കുട്ടികളും ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു. ഇത്തരം വാർത്തകൾ നമ്മൾ പത്രങ്ങളിലും ടിവികളിലും സ്ഥിരമായി കാണുന്നുണ്ട്. ആത്മഹത്യ മനുഷ്യഹൃദയങ്ങളിൽ ഒരു ചോദ്യചിഹ്നവുമാണ്. വലിയ മോഡലുകളായിക്കോട്ടെ, അതുപോലെ നമ്മൾ ആരാധിക്കുന്ന വലിയ ആരാധന കഥാപാത്രങ്ങൾ, കവികൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേരത്ത് സംഗീതജ്ഞർ, ഇവരെല്ലാം ആത്മഹത്യ എന്ന പരാജയത്തിലേക്ക് എത്തുന്നു. 50,000-ലും അധികം ആളുകൾ പ്രതിവർഷം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഓരോ 15 മിനിറ്റിലും ഒരാൾ വെച്ച് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ സ്ത്രീകളിലും ഇത് വളരെ കൂടുതലാണ്. ഒരു ചെറിയ പരാജയം മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാത്ത രീതിയിൽ പെട്ടെന്ന് നിരാശ മൂത്ത് ഒരു ആത്മഹത്യ എന്ന് പറയുന്ന അവസാന വാക്കിലേക്ക് എത്തുകയാണ്. മാനസിക സംഘർഷമാണ് ഒരു വ്യക്തിയെ സ്വയം ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. തുടർച്ചയായ മാനസിക സംഘർഷങ്ങൾ മാരകമായ നിരവധി രോഗങ്ങൾക്കും കാരണമാകുന്നു. ഈ സ്ട്രെസ് ഓവറാകുന്ന പല ആളുകളെയും നമ്മൾ പരിശോധിച്ചാൽ തലവേദന, ഉറക്കമില്ലായ്മ, ഓർമ്മക്കുറവ്, ശരീരമാസകലം വേദന, ഒരുപാട് അസുഖങ്ങൾ ഇതിന്റെ കൂടെ തന്നെയുണ്ട്. WHO 1998 നടത്തിയ ആഗോള പഠനം വെളിപ്പെടുത്തി വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. മനോരാജ്യ ശാരീരിക രോഗങ്ങളെന്ന് പറയുന്ന ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, ആസ്മ, അൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രധാന കാരണം ഈ മാനസിക സംഘർഷമാണ്.